ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 1 കളിക്കാൻ വന്നേക്കുന്ന ടീംസ് ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഡ്രാഗൺ 1, ഡ്രാഗൺ 2, ഡ്രാഗൺ 3, ഡ്രാഗൺ 4. അപ്പോൾ അവന്മാർ ഇത്രയും പേരാണ്. ഇന്ന് 5 പേരായിട്ടാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി ഇത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഇന്ന് ഞാനാണ് എണ്ണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി നിൽക്കാം. അവന്മാരൊക്കെ ഒന്ന് പോയി വിളിക്കട്ടെ. അത് ഞാൻ പോയി വിളിക്കട്ടെ. എനിക്ക് ഈ വീടിൻ്റെ മുക്കും മൂലയൊക്കെ അറിയത്തുണ്ട്. ഇവിടെ വിളിക്കാം. അപ്പോൾ അണ്ണൻ കാണത്തില്ല. എല്ലാവരും ഇവിടെ വന്ന് നിന്നോണം. ഞാൻ അടുത്തത് പോയി വിളിക്കണം. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ പോയി വിളിക്കും. കണ്ടോടാ എല്ലാവരും. ഇവിടെ വിളിക്കാം. ഇവിടെ സേഫ്. അയ്യോ, ഇനി അടുത്തത് ഞാൻ വിളിക്കാൻ പോകുന്നു. എല്ലാവരും ഇവിടെ നിന്നോണം. ഞാൻ കയറുന്ന കുറ്റി അടിച്ചാൽ പൊട്ടിക്കും. ഇവിടെ വിളിക്കാം. അപ്പം അയാൾ കാണത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവന്മാരെ കണ്ടുപിടിക്കണം. അപ്പോൾ 5 പേരേ ഉള്ളൂ. നമുക്ക് ആദ്യം വീട്ടിൽ പരിസരം സിമ്പിളാരും ആണ്ടോ. ആരിത്? അടമോനെ. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ നമ്മുടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എടി സുന്ദരനെ, നീ അവിടെ പോയി നിൽക്കി. ഞാൻ അടുത്ത ആളെ പോയി കണ്ടുപിടിച്ചിട്ട് വരാം. ഇവന്മാരൊക്കെ പൊട്ടന്മാരാണ്. സിമ്പിൾ സ്ഥലത്തൊക്കെ പോയി വിളിക്കുന്നു. സ്മെല്ല് ഏതോ ഒരു പൊട്ടം നിൽക്കുന്നു. എൻ്റെ വിരല് കാണാം. അടുത്ത ആൾ നിൽക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നിൽക്കുന്നു. നീ താഴെ പോയി നിൽക്കുക കേട്ടോ. എന്നെ കണ്ടു. ഇനിയും 3 പേര്. അപ്പോൾ ഇനി നമുക്ക് വെളിയിൽ ഇന്നും കൂടെ നോക്കിയേക്കാം. വീടിൻ്റെ ഇവിടെ നോക്കി ഒരാൾ നിൽക്കുന്നു. അയ്യോ എന്നാ, എന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ മതി എന്നാ, പ്ലീസ് എന്നാ. അതൊന്നും പറ്റത്തില്ല. കള്ളക്കളിയില്ല ഇതിനകത്ത്. നീ അവിടെ മുന്നിൽ പോയി നിൽക്കും മോനെ ദിനേശ. ഫ്രണ്ട്സ്, അവനെയും കണ്ടുപിടിച്ചതിനെയും നമ്മുടെ ടോമിക്കുട്ടനെയും മറ്റേനെയും നമുക്ക് വീടിൻ്റെ വെളിയിൽ മാത്രം, വീടിൻ്റെ വെളിയിൽ നിന്ന് വെച്ചാൽ ഈ ചുമരിൻ്റെ അപ്പുറത്ത് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടൊക്കെ പോയി നോക്കാം. ഇപ്പം വീഴിഞ്ഞ ഫ്രണ്ട്സ് വീണോ? അയ്യോ, ഞാൻ താഴെ വീണേ ഫ്രണ്ട്സ്. ആണ്ട്രാ ഒരാൾ നിൽക്കുന്നു. അണ്ണാ എന്നെ ലക്ഷ്യം കണ്ടുപിടിച്ചെന്ന് പറയണ്ണ. അണ്ണാ പ്ലീസ് അണ്ണാ. അതൊന്നും പറ്റത്തില്ല. നിൻ്റെ അനിയനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നീ അവിടെ പോയി നിൽക്ക്. ഞാൻ ടോമിനെയും കൂടെ കണ്ടുപിടിക്കട്ടെ. ടോമി എന്തായാലും അകത്തേ കാണത്തുള്ളൂ. ഈ പൊന്മാർക്ക് ഇറങ്ങിയില്ല. നമുക്ക് ടോമിനെയും കൂടെ പോയി നോക്കിയാൽ അവൻ ഈ സോഫയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിളിക്കത്തുള്ളൂ. ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. എപ്പോൾ കളിച്ചാലും അവൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഓക്കെ, എടാ ടോമി, നീ ജയിച്ചടാ. എന്നാ പുളി. അതെ, നീ ഇങ്ങോട്ട് വാ. ഫ്രണ്ട്സ്,
അപ്പോൾ ഞാൻ ഇവന്മാരെയൊക്കെ ഒന്ന് അങ്ങോട്ട് വിളിച്ച് സെറ്റാക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർ വരത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 5 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ വിജയ് നമ്മുടെ ടോമിക്കുട്ടൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ ഷെയറും ചെയ്യൂ. വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.